ദേ ഇപ്പോൾ ശരിയാക്കി തരാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളഞ്ഞമ്പലം എറണാകുളത്ത് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നും ഒരു ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ഒരഗ്നികുണ്ഡമാണ് ഞാൻ, എൻ്റെ മനസ്സ് നീറിപ്പുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ജഗദീഷ് ശ്രീകുമാർ ബാംബു വോയിസിൽ ചെയ്തിരിക്കുന്നത് അറിയോ. ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് പേര്? റമീസ്. റമീസ് എവിടെയാണ് നാട്? ഞാൻ വയനാട്. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമുക്ക് പാട്ട് പാടുമല്ലേ? ഒരു പാട്ട് വെറുതെ പേര് കൊടുത്ത എനിക്ക് പാടാറില്ല. പേര് കൊടുത്ത് എല്ലാവും വെറുതെ അങ്ങോട്ട് വന്ന് പാട്. രണ്ടുപേരും മതി, രണ്ടുപേരും. പ്രേമിക്കുമ്പോൾ നീയും ഞാനും മണ്ണിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ നിഴലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അണയുകയല്ലോ. പാട്ടറിയത്തില്ലെങ്കിലും പഠിച്ചു വെച്ചിരിക്കുന്നത് അടിപൊളി പാട്ടാണ്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അപ്പൊ നമുക്കിനി ഇദ്ദേഹത്തിന്റെ ആക്ടിങ് കാണാം. പഠിച്ചിട്ടില്ല. ആക്ടിങ് പഠിച്ചിട്ടില്ലേ? ഇവരൊക്കെ പഠിച്ചിട്ടാണ് വന്നത്? അല്ല ഇവര് മറ്റു നോക്കില്ല. ഞാനൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരഗ്നികുണ്ഡമാണ് ഞാൻ, എന്റെ മനസ്സ് നീറുകയാണ് ഒരു നെരുപ്പോട് പോലെ. കഴിഞ്ഞ 28 മാസവും 17 ദിവസവും 11 മണിക്കൂറും 21 മണിക്കൂറും ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ മനസ്സിലാകില്ല. കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ പാൽമുഖം പോലത്തെ ചിരി കാണുമ്പോൾ നമുക്ക് ഇതിനടുത്തൊന്ന് ചോദിക്കാനും പറ്റുന്ന ഒരു കാര്യം ചെയ്യാം. ചരലുരുളും പുഴയിലും മണലുരുളും നാവ് കുഴയും. ആണ് പറ്റി നോക്കട്ടെ. ഓ അങ്ങനെയാണ് ഇപ്പൊ സംഗതിയുടെ കിടപ്പല്ലേ? അങ്ങനെയൊക്കെ ആയിപ്പോയി സംഗതിയുടെ കിടപ്പ്. അല്ല ഇത്ര കിട്ടൂല. സിമ്പിൾ. ചരലുരുളും ചരളുരുളും ചരളുരുളും പുഴയിൽ മണലുരുളില്ല. ചരളുരുളും ഒന്നും പറഞ്ഞു. ചരലുരുളും വേറെ തരും. കേരളം കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കളറിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. അമ്പടക്കള്ള, നീ ജഗജാല കില്ലാടിയാണ്. അനാമി. എവിടെയാണ് നാട്? കോട്ടയം, ചങ്ങനാശ്ശേരി. ഇവിടെ ഏതിനാണ്? ലോജിസ്റ്റിക്സ്. ഓക്കെ, റെഡി, ആക്ഷൻ. എങ്ങനെയുണ്ടോ കുട്ടി? എങ്ങനെ ഉണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല. ഒരു കാര്യം ചെയ്യാം, സിമ്പിൾ സാധനം തരാം. പത്തനാപുരത്ത് 10 പച്ചപ്പനത്ത് തൊത്ത് ചത്തു. അത് ഭയങ്കര. പത്തനാപുരത്ത് 10 പച്ചപ്പനന്തത്ത ഒത്ത് ചത്തു കുത്തിയിരുന്നു. വേറെ പറയാവൂ? നടക്കുന്ന കാര്യം വല്ലതും പറ ജംഷീറെ. ഇത് നിന്റെ അവസാനത്തെ ഐഡിയ. അവസാനത്തെ ഐഡിയ ഇതിലും വരെ രക്ഷപ്പെടും. എന്നാ ഒരു സിമ്പിൾ സാധനം തരാം. അത് പറയണം. അത് പറഞ്ഞാലേ ആക്ട് ചെയ്യണം. ഇങ്ങോട്ട് വാ. പഠിക്കേണ്ടതായിട്ടുള്ളത് പറ. പഠിക്കേണ്ടതായിട്ടുള്ളതോ എന്നുവെച്ചാ വേറെ സിമ്പിൾ മുണ്ടിൽ ചെളി പുരളല്. അയ്യേ, നീ എന്താണ് ഒന്നും അറിയാതെ പോലെ അങ്ങനെ. മുണ്ടിൽ ചെളി പുരളല്. പുരളല്ല, പിന്നെ മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുളരരുത്. ഞാൻ പറഞ്ഞല്ലോ, പുളരരുത് എന്നാ, പുരളരുത്. പുളരരുത്. മുണ്ടിൽ ചെളി പുളരരുത്. ഞാൻ എപ്പോഴേലും പറഞ്ഞത്. ഓടിപ്പോ. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. എന്താ പേര്? എഡ്വിൻ. എവിടെയാണ്? കണ്ണൂര്. ഏതിനാ പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. ഓക്കെ, തുടങ്ങാം. പാട്ട് പാടൂ. റെഡി, ആക്ഷൻ. എന്തായിരുന്നത്? അഗ്നികുണ്ഡം. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സിലെ എത്ര ലജ്ജാവഹം. എന്റെ മനസ്സ് നീറുക. ഒരു നെരുപ്പോട് പോലെ കഴിഞ്ഞ 28 മാസവും 17 ദിവസവും 21 മണിക്കൂറും ഞാൻ അനുഭവിച്ചത്ര അല്ലേ
വേദന നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നാട്ടുകാരെടുത്ത അല്ല, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്നല്ല. കരുത്തിരി കെട്ട വിളക്കാണ് ഞാൻ. കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. ടയറില്ലാത്ത ചക്രമില്ലാത്ത വണ്ടിയാണ് ഞാൻ. അല്ല പിന്നെന്തായിരുന്നു? കാറ്റയച്ചു വിട്ട ബലൂൺ. കഥ പറഞ്ഞു കാറ്റ് കുത്തിവിട്ട ബലൂൺ. വയറ്റി കുത്തിവിട്ട ബലൂൺ. കുടുംബത്തെ കയറ്റം കൊള്ളൂല്ലേ ഇവനെ എന്റെ മുഖത്തൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? കാറ്റൂരിട്ട ബലൂണാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റിട്ട കൊച്ചിനെ പോലെ നീന്തി ഭൂമിയിലാണോ നീന്തുന്നത്? കൈകാലിട്ടടിക്കുകയാണ് ഞാൻ. നീ കയ്യാലിട്ട് അടിക്കുന്ന ഞാൻ കണ്ടോണ്ടിരിക്കട്ടോ ഇവിടെ. ബൈക്കിന് പോയിട്ടൊരു മിക്കിരി പോലും തരാൻ സാധിക്കാത്ത, തരാൻ സന്മാനസില്ലാത്ത ഈ കോമരങ്ങളുടെ ഇവരെ കാണിക്കുന്ന എല്ലാരും പഞ്ചാക്ഷരം കൊണ്ട് ഒരു വിയോജനക്കുറിപ്പ് എഴുതാം. അത് ആക്ഷൻ ചെയ്ത് കാണിക്കും. വിയോജനക്കുറിപ്പ് എന്തോടാ എഴുതിയത്? പോടി പുല്ല്. നല്ലോണം പറ അത്. പോടി പുല്ല്. ആനയും അമ്പാരിയും ഇല്ലാതെ 6:30 വെളുപ്പിനെ എന്തായിരുന്നു 6:30 ആറന്മുള കായലില്, കായലല്ലോ എവിടെയാ, സോറി, ആറന്മുള വള്ളംകളിക്ക് കുടിച്ചിട്ട് പോയി. കുടിച്ചിട്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ട്. നല്ല കഥയായിരുന്നു കേട്ടാ. ഒരു കഥ പറഞ്ഞ് ഏൽപ്പിച്ചവൻ. എന്താ പേര്? ഐശ്വര്യ റോയ്. വീട് തിരുവല്ല. ഇവിടെ ഏതിനാണ്? ലോജിസ്റ്റിക്സ്. തുടങ്ങിയാലോ? പാട്ടോളൂ. ഇല്ല, റെഡി, ആക്ഷൻ. ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ്. ഒരു നെരിപ്പോടെ പോലെ നെരിപ്പോട് പോലെ കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ എന്റെ മനസ്സ് നീറുകയാണ്. നീറിയപ്പോൾ പോയി. ഞാൻ പറഞ്ഞു വന്നത് ഇയാള് പറഞ്ഞു, ആരെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞോ? പറയാൻ വന്നത് മറന്നുപോയി. ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കരിന്തിരി കിട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റ് ഊതിവിട്ട ബലൂൺ പോലെയാണ്. കാറ്റ് ഊരിവിട്ട ബലൂൺ പോലെയാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റു വീണ കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചപ്പോൾ വായിക്കരിക്ക് ഉമ്പിക്കരി പോലും ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് അനുവാദം ചോദിക്കുന്നു? വായിക്കരി പോയിട്ട് ഉമ്മിക്കരിക്ക് പോലും വായിക്കരി പോയിട്ട് ഉമ്മിക്കരിക്ക് പോലും എന്റെ ദൈവമേ. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ടെന്റെ പാഞ്ചി പറഞ്ഞേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണവരെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. വായിക്കരി പോയിട്ട് ഉമ്മിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളോട് കോമരങ്ങളുടെ നെഞ്ചത്ത് നെഞ്ചത്ത് പഞ്ചാക്ഷരം കൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതും. എന്താണ്? പോടി പുല്ല്. ആനയും അമ്പാരിയും ഇല്ലാതെ 6:30 മണിക്ക് 6:30 വെളുപ്പിനെ ആറന്മുള വള്ളം കളിക്ക് ഞാൻ വെള്ളം അടിച്ചു പോയപ്പോൾ. ഇത് വലിയ പുള്ളിയാട്ടോ, നമ്മുടെ ഇവിടെ കിടക്കേണ്ട ആളൊന്നുമല്ല. എന്താണ് പേര്? ജോമോൾ ഫ്രം തൃശ്ശൂർ ചാലക്കുടി. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? റെഡി, ആക്ഷൻ. ഞാൻ ഒരു അഗ്നികുണ്ഡമാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ്. ഒരു നെരുവീർപ്പ്, ഒരു നെരിപ്പോട് പോലെ കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റ് വിട്ട ബലൂണാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റ വീണ. കുഴപ്പമില്ല, ശരിയാവും. പോരേടാ. ഓക്കെ അല്ലേ?
വീണ കുഞ്ഞിനെ പോലെ കൈകാലടിച്ചപ്പോൾ വായിക്കരിക്ക് പോയിട്ട് ഉമ്മിക്കരിക്ക് പോലും വായിക്കരി പോയിട്ട് ഉമ്മിക്കരിക്ക് പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചിൽ പഞ്ചാക്ഷരം കൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതിട്ട് പൊടിപ്പുല്ലേ ആനയും അമ്പാരിയുമല്ല കൃപയാക്കരെ ദർവാസമയം കിനാരേ എന്നെ ഒന്ന് പുറത്തു വിടണം. ആനയും അമ്പാരി ഇല്ലാതെ 6:30 രാവിലെ 6 വെളുപ്പിന് 6 വെളുപ്പിന് 6 മുളം വെള്ളം സ്ഥലത്തിന്റെ പേര് വള്ളം കളിക്ക് വെള്ളം അടിക്കാണ്ട് ഞാൻ പോയപ്പോ വെള്ളം അടിച്ച് ഞാൻ പോയപ്പോ എന്തായി? തുടക്കം ഗംഭീരമായി. ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു. നന്നായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ശേഷം. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. എന്ത്? തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. വല്ലതും കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല, എല്ലാം മിസ്സായി. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. എന്താണ് സംഭവിക്കുന്നത്? ആക്ഷൻ. ഒന്നും കൂടി പറഞ്ഞു. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. വിചാരിക്കുന്നല്ലോ കേട്ടോ. അതൊക്കെ ഒപ്പിച്ചു. സന്തോഷായ ചോട്ടാ. ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. എന്താ മോളുടെ പേര്? നന്ദന. എവിടെയാണ് നാട്? ഇവിടെ തന്നെ പള്ളുരുത്തി. ഓക്കെ. ഏതിനാ പഠിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. റെഡി? നന്ദനയുടെ ആക്ടിങ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. റെഡി, ആക്ഷൻ. എനിക്കറിയില്ല. സുഗതോ, ഞാനൊരു അഗ്നികുണ്ഡമാണ്. എന്നിട്ട് എന്റെ മനസ്സ് നീറുകയാണ് ഒരു ഞെരുപ്പോടുകൂടെ. അതെ, ഞെരുപ്പോടുകൂടെ. കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന ആർക്കും മനസ്സിലാവില്ല. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. ഡയലോഗ്. കരിന്തിരി കെട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. കാറ്റൂതി വിട്ട ബലൂണാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റു വീണ കുഞ്ഞാണ് ഞാൻ. കുഞ്ഞിക്കാലിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാണ്. പിന്നെന്താ, വായിക്കരി പോയിട്ട് ഉമ്മിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചത്ത് പഞ്ചാക്ഷരം കൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതും. എന്താണ്? പോടപുല്ലേ. പൊടിപുല്ലേ. ആനയും അമ്പാരിയും എണീക്കാത്ത. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. ആനയും അമ്പാരിയും ഇല്ലാത്ത 6:30 വെളുപ്പിന് 6 മുഴം വെള്ളം. 6 മുഴം. ഒരപേക്ഷയുണ്ട്, നീ യമുന റാണിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്. പറയുമോ? അത് പിന്നെ ശീലായി പോയി, എന്നാലും പറയൂല. എവിടെയാ അത്? ആറന്മുള വള്ളംകളി വള്ളംകളി കാണാൻ വള്ളമടിച്ചു
വെള്ളമടിച്ച് പോയി പോയപ്പോൾ ഒന്നും സംഭവിച്ചു. ശരി എന്നാ രക്ഷോട്ടെ, ഇന്നങ്ങും മെഴുകല്ലേ. സാറേ ഇപ്പോ ഏറെക്കുറെ നമ്മൾ ഹാപ്പിയായി. ഓക്കെ, ഹാപ്പി. എപ്പോ ഹാപ്പിയായി? എന്താണ് പേര് നിഖിൽ, പത്തനംതിട്ട വെച്ചുചിറ. ഏതിനാ മോൻ പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. അപ്പൊ റെഡി, ആക്ഷൻ. ഒരു അഗ്നി കൊണ്ടുപോവാണ്. അയ്യോ നീ പറയുന്നതാണ് പക്ക. റെഡി, ആക്ഷൻ. ഒരു അഗ്നി കൊണ്ടുപോവാണ് ഞാൻ. എന്റെ മനസ്സ് നീറുകയാണ്. വായിക്കടുത്തുകൂടി. ഒരു നെരിപ്പോട് പോലെ. ഒരു നെരിപ്പോട് പോലെ കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന. എന്താണ് കഥകളിയാ ഇവിടെ? പക്ഷെ അതെങ്ങനെ പഠിച്ചത്? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെനിക്ക് മനസ്സിലാവുന്നില്ല. കരിന്തിരിക്കട്ട വിളക്കാണ് ഞാൻ. ചക്രം പോയ വണ്ടിയാണ് ഞാൻ. പിന്നെ കാറ്റ് പോയ ബലൂണാണ് ഞാൻ. ഒന്നും പഠിച്ചിട്ടില്ല നീ? അതെ, ഒന്നും പഠിച്ചിട്ടില്ല. വിട്ടോ വിട്ടോ, നിന്നങ്ങ് മെഴുകുക അവിടെ. എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് പേര്? ശിവദത്തൻ. 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 എവിടെ നാട്? കൊല്ലം, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി. ഓക്കെ, തുടങ്ങിയാലോ? ഞാൻ പഠിച്ചിട്ടില്ല. പറഞ്ഞിട്ട് പോയത് ഒരു ചെറിയ സാധനം. പേരുമണി പണിമണലോടി. പേരുമണി പണിമണലോടി. പേരുമണി മണല് പണിമണൽ പണി മണല് പണി. റെഡി, ആക്ഷൻ. പറഞ്ഞു അത് തന്നെ കറക്റ്റ് ആണ്. പേരുമണി പണി മണല് പണി. ഓക്കെ, ആക്ഷൻ. പേരുമണി പണി മണല് പണി. പേരുമണി പണി മണല് പണി. പേരുമണി ശരിയാണോ? ആണോ 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 ആണോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. പേരുമണി പണി മണല് മണി. പേരുമണി പണി മണല് മണി. പേരുമണി മണല് പണി പണി മണല് പണി. ഓടി രക്ഷപ്പെട്ടു. അവന്മാർക്ക് ചേഞ്ച് വേണോ? അത്രേ ആ തടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. പേരെന്താണ്? അനൂപ്. അനൂപ് എവിടെയാണ് നാട്? ട്രിവാൻഡ്രം. ഇവിടെ ഏതാണ്? ലോജിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ റെഡി, ആക്ഷൻ. ഒരു അഗ്നി കൊണ്ടാണ്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഒരു അഗ്നി കുണ്ഡമാണ് ഞാൻ. എൻ്റെ മനസ്സ് നീറുകയാണ്. നെരിപ്പോട് പോലെ. ഒരു നെരിപ്പോട് പോലെ. 28 വർഷവും 28 വർഷമല്ല, മാസം. 28 മാസവും 17 മണിക്കൂർ. എനിക്കറിഞ്ഞു. എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. പത്തനാപുരത്ത് 10 പച്ചപ്പനന്തത്തെ ഒത്തു ചത്തു കുത്തിയിരുന്നു. പറ. പത്തനാപുരത്ത് 10 പച്ചപ്പനന്തത്തെ ഒത്തു ചത്തു കുത്തിയിരുന്നു. നീ ഡബിങ്ങിനൊക്കെ പോണം കേട്ടോ, നല്ല വോയിസ് ആണ് നിന്റെ. അങ്ങോട്ട് തിരിയില്ല, ആക്ഷൻ. പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്ത് ചത്തു കുത്തിയിരുന്നു. 10 പച്ചപ്പനന്തത്ത. ഓക്കെ, സ്പീഡിൽ പറ. പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്ത് ചത്തു കുത്തി. ആ പീസിന് എവിടുന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലം. പത്തനാപുരത്ത് 10 ചത്ത ഒത്ത് പത്തനാപുരത്ത് 10 പച്ചപ്പനന്തത്ത. പത്തനാപുരത്ത് 10 പച്ചപ്പനന്തത്ത ഒത്ത് ചത്തു കുത്തിയിരുന്നു. ഇവനാണ് കറക്റ്റ് ആയിട്ട് ടംഗ്സ്റ്റർ പറയുന്നത്. എന്തായിരുന്നു പേര്? അനൂപ്. അനൂപാണ് കറക്റ്റ് സാധനം. നീ പറഞ്ഞ കറക്റ്റ് സെക്ഷൻ ഇതാണ്. സെലക്ഷൻ മതി. പത്തനാപുരത്ത് 10 പച്ചപ്പനന്തത്ത ചത്തു ഒത്ത് ചത്തു കുത്തി. പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്ത് ചത്തു കുത്തിയിരുന്നു. 10 പച്ചപ്പനന്തത്ത. പത്തനാപുരത്ത് 10 പച്ചപ്പനന്തത്ത ഒത്ത് ചത്തു കുത്തിയിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. എന്താണ് പേര്? അർജുൻ. നിനക്ക് എത്ര ഉണ്ട് ഹൈറ്റ്? 6.1. അതാണ്. അർജുൻ ഏതിനാ പഠിക്കുന്നത് ഇവിടെ? എച്ച്. നാട്? കൊച്ചി പള്ളൂർജി. റെഡി, അർജുന്റെ പ്രകടനം നമുക്ക് അങ്ങോട്ട് കാണാം. ആക്ഷൻ. ഞാൻ ഒരു അഗ്നികുണ്ഡമാണ്. എന്റെ മനസ്സ് നീറുകയാണ്. ഒരു നെരിപ്പോട് പോലെ. കഴിഞ്ഞ 28 മാസം 17 ദിവസം 21 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞാൽ മനസ്സിലായില്ല. കരിന്തിരിട്ട വിളക്ക് പോലെയാണ്. കരിന്തിരി കെട്ട വിളക്ക് പോലെയാണ് ഞാൻ. ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും. ചക്രം പോയ വണ്ടി പോലെയാണ്. കാറ്റ് വിട്ട ബലൂൺ പോലെയാണ് ഞാൻ. മരുഭൂമിയിൽ പെറ്റ് വീണ ഒരു കുഞ്ഞിനെ പോലെ കയ്യും കാലിട്ടടിച്ചപ്പോൾ വായിക്കരി പോയിട്ട് ഉമിക്കരി പോലും തരാൻ സന്മനസ് കാണിക്കാത്ത കോമരങ്ങളുടെ നെഞ്ചത്ത് പഞ്ചാക്ഷരി മന്ത്രം. അങ്ങളെ
ഇവൻ എന്തെങ്കിലും വിവരമില്ലാണ്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് അങ്ങളത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. പഞ്ചാക്ഷരം കൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതി ഞാൻ ഓടിപ്പുല്ലായിരുന്നു. ആനയും അമ്പാനിയും അല്ല അമ്പാരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഞാൻ തോറ്റു. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. വെച്ചോളൂ. അമ്പാരിയും ഇല്ലാത്ത 6:30 വെളുപ്പിന് 6 മുഴ വള്ളംകളി കാണാൻ 6 മുഴ വള്ളംകളി കാണാൻ 6 വള്ളംകളി കാണാൻ വെള്ളമടിച്ച് ഞാൻ പോയപ്പോൾ ഞാൻ പോകുന്നു. ബൈ ബൈ. ഓക്കെ, അപ്പോൾ രസകരമായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ്. ചിലരൊന്നും പെർഫോം ചെയ്തില്ലെങ്കിൽ പോലും അവർ ടങ് ട്വിസ്റ്റുകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ രസകരമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആദ്യം സ്റ്റേജിലേക്ക് വരികയും അതുകൂടാതെ തന്നെ മനോഹരമായി പെർഫോം ചെയ്യുകയും ചെയ്ത മിസ്റ്റർ രഞ്ജിത്തിനെ വേദിയിലേക്ക് വിളിക്കുന്നു. മിസ്റ്റർ രഞ്ജിത്ത്, കൺഗ്രാറ്റ്സ്. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഈ സുഗന്ധം ഒരു സിഗ്നേച്ചർ ആകട്ടെ. സ്യൂട്ടി പെർഫ്യൂംസ്. ഓക്കെ, ഇനി സൺ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഇനി വിളിക്കാം രജിത. കേരളത്തിലെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റ് റയൻ ആദംസ് നൽകുന്ന ഒരു ഭയങ്കര ആക്ടിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം മറ്റേ ഇതേപോലെ അഗ്നികുണ്ട് കൊള്ളാം, സൂപ്പർ. ഇനി ഞാൻ വിളിക്കുന്നു ജെറിൻ. കേരളത്തിലെ എല്ലാ ബ്യൂട്ടി പാർലറുകളിലും ഹോം കെയർ പ്രൊഡക്റ്റ് പോലെ അവർ ഉപയോഗിക്കുന്നത്, അതായത് ഹെയർ കെയറിങ്ങിനും നമ്മുടെ ഫേഷ്യലിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നിവാബെഡ് നൽകുന്ന പ്രൊഡക്റ്റാണ്. ഈ നിവാബെഡാണ് അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു അസിന് സൺ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. നമ്മുടെ അടുത്തൊരു റാം വാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എസ്കേപ്പായി നിൽക്കുകയാണ് അല്ലേ, ഇത് മറ്റേ ഹൈ ഹിൽഡ് കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞിട്ട്. റെഡി. ഇനി നമുക്ക് വിളിക്കാം ഐശ്വര്യ റായിക്ക് സൺ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഭയങ്കര ആക്ടിങ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. വാ, സൺ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഹാപ്പി അല്ലേ? ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വളഞ്ഞമ്പലത്തിലുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്, എറണാകുളം. കിടുക്കാച്ചി കുട്ടികളായിരുന്നു. ചിലരൊക്കെ മറ്റേ 2ാം ക്ലാസ്സിൽ മറ്റേ ടീച്ചർ പോയി വിളിക്കുന്നതൊക്കെയാണ് ഞാൻ ഇതിനെയൊക്കെ പോയി വിളിച്ചുകൊണ്ട് ഞാൻ വരത്തില്ല എന്നുള്ളത്. പക്ഷേ വന്നിട്ട് ഗംഭീരമായിട്ടൊക്കെ ചെയ്തു, രസകരമായിരുന്നു. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇവരുടെ തന്നെ അടുത്ത ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. സമയമായി. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.